ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. 2026 RRBയുടെ ആനുവൽ കലണ്ടർ പുറത്തു വന്നിട്ട് കുറച്ച് നാളായി. അതിലെ ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമാണ്. അത് മെയ് 15 പുറത്തു വരാനിരിക്കുകയാണ്. അങ്ങനെ 2026 ആനുവൽ കലണ്ടർ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻസും മെയ് മാസം മുതൽ അങ്ങ് വന്നു തുടങ്ങുകയാണ്. അപ്പോൾ 2026 വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്നും അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കി കാണാനായിട്ട് പോകുന്നത്. 2026 റെയിൽവേ പരീക്ഷകൾ ആർക്കൊക്കെ എഴുതാനായിട്ട് സാധിക്കും? ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത്? ഇതിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഈ പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളതും ആർക്കൊക്കെയാണ് ഈ പരീക്ഷകൾ എഴുതാൻ സാധിക്കുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അറിയാത്ത കുട്ടികൾ, കാണാത്ത കുട്ടികൾ അവസരങ്ങൾ നഷ്ടമായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആനുവൽ കലണ്ടർ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. 2026 വന്നിട്ടുള്ള ആനുവൽ കലണ്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു പരീക്ഷ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരീക്ഷയുണ്ട്. സെക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ ഒരു പരീക്ഷയുണ്ട്. നമുക്ക് ഇതിന് നമ്പർ ചെയ്യാം. 1 ടെക്നീഷ്യൻസ് 2ാമത്തെ പരീക്ഷ, 3ാമത്തെ സെക്ഷൻ കൺട്രോളർ പരീക്ഷ, ജൂനിയർ എഞ്ചിനീയർ എക്സാം 4ാമത്തെ പരീക്ഷ, പാരാമെഡിക്കൽ കാറ്റഗറി 5ാമത്തെ പരീക്ഷ, NTPC ഗ്രാജുവേറ്റ് 6ാമത്തെ പരീക്ഷ, NTPC അണ്ടർ ഗ്രാജുവേറ്റ് 7ാമത്തെ പരീക്ഷ, മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി 8ാമത്തെ പരീക്ഷ, ലെവൽ 1 അഥവാ ഗ്രൂപ്പ് ഡി പരീക്ഷ 9ാമത്തെ പരീക്ഷ. അപ്പോൾ ഈ രീതിയിലാണ് 2026 ആനുവൽ കലണ്ടറും പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഓൾറെഡി ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 2 പരീക്ഷകൾ 1, 2 ഈ 2 പരീക്ഷകളുടെയും വേക്കൻസികൾ പുറത്തു വിട്ടിട്ടുണ്ട്. 11,000-ൽ പരം വേക്കൻസി ആയിട്ടാണ് ഇത്തവണ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം വിളിച്ചിരിക്കുന്നത്. ടെക്നീഷ്യൻ പരീക്ഷയാണെങ്കിൽ 6,500 ചിലാൻ വേക്കൻസിയിലേക്കാണ് ഇത്തവണ ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം കൂടെ കമ്പൈൻഡ് ആയിട്ട് വിളിച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി ഏകദേശം 17,000-18,000 വേക്കൻസീസിലേക്ക് നോട്ടിഫിക്കേഷൻ വരാനായിരിക്കുകയാണ്. ഇതാണ് ഈ ആനുവൽ കലണ്ടറിലെ സ്റ്റാറ്റസ്. ബാക്കിയുള്ള പരീക്ഷകളുടെ വേക്കൻസി എത്രയാണെന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അധികം താമസിയാതെ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് മെയ് മാസം 15-ാം തീയതിയാണ്. മെയ് 15 തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ എന്നുള്ളത്. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് 2026 RRB എക്സാംസ് ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി 2ാമത്തെ ചോദ്യമാണ്, ഈ പരീക്ഷകളിൽ ഏതൊക്കെ പരീക്ഷയാണ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്നത്? ആർക്കൊക്കെ ഏതൊക്കെ പരീക്ഷകളാണ് എഴുതാനായിട്ട് പറ്റുന്നത്? അതിൽ പ്രായപരിധി എത്രയാണ്, വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു ചാർട്ട് നിങ്ങളെ കാണിക്കാം. ഇത് ഓരോ പരീക്ഷകളും അതിൻ്റെ പ്രായപരിധിയും വെച്ചിട്ടുള്ള ചാർട്ടാണ്. ഗ്രൂപ്പ് ഡി പരീക്ഷ, ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്, പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആരുടെയാണ്? ഈ എഴുതിയിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് ആൻഡ് EWS കാൻഡിഡേറ്റ്സ് ആണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനും അതുപോലെ തന്നെ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളുകളുടെ പ്രായപരിധിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഡി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. NTPC അണ്ടർ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 30 വരെ. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വരെ. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വരെ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. NTPC ഗ്രാജുവേറ്റ് ആണെങ്കിൽ 18 തൊട്ട് 33 വരെ. സെക്ഷൻ കൺട്രോളറിന് 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഓരോ പോസ്റ്റിന്റെയും ലെവലുകൾ എഴുതാം. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ലെവൽ 1 പോസ്റ്റ് ആണ്. NTPC അണ്ടർ ഗ്രാജുവേറ്റിനകത്ത് ലെവലുകൾ 1-ൽ കൂടുതൽ ലെവൽസ് വരാം. ലെവൽ 2 ആൻഡ് ലെവൽ 3 ആണ് സാധാരണഗതിയിൽ വരുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ലെവൽ 2 ആണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ലെവൽ 2 ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ലെവൽ 5 പോസ്റ്റ് ആണ്. ജൂനിയർ എഞ്ചിനീയർ ലെവൽ 6 പോസ്റ്റ് ആണ്. NTPC ഗ്രാജുവേറ്റ് മൾട്ടിപ്പിൾ പോസ്റ്റുകൾ അടങ്ങുന്നതാണ് NTPC ഗ്രാജുവേറ്റ്. അവിടെ 4ാം ലെവൽ 5, 6 ലെവലുകളിലേക്ക് പരീക്ഷ നടക്കുന്നു. സെക്ഷൻ കൺട്രോളറും 6ാമത്തെ ലെവലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ കാണുന്ന ഈ പോസ്റ്റുകളെല്ലാം തന്നെ ഉയർന്ന പേ സ്കെയിലുള്ളതാണ്. അതിന് താഴെ കിടക്കുന്ന പോസ്റ്റുകളാണ് ഈ കാണുന്ന പോസ്റ്റുകൾ. അതിൻ്റെ പ്രായപരിധിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രായപരിധിയുള്ള ആളുകൾക്കാണ് ഈ പരീക്ഷയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. UR ആൻഡ് EWSന്റെ പ്രായപരിധിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ എങ്ങനെയാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാ പരീക്ഷയ്ക്കും ഒരുപോലെയാണ്. ഞാൻ നേരത്തെ ഈ എഴുതിയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഈ ഏജ് റിലാക്സേഷൻ ബാധകമാണ്. ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളവ്, പ്രായത്തിലുള്ള ഇളവ്. ആർക്കൊക്കെയാണ്? നിങ്ങൾ OBC നോൺ ക്രീമി ലെയർ ശ്രദ്ധിക്കണം. OBCക്കാർക്ക് എല്ലാവർക്കും കിട്ടില്ല. OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ടുള്ള ഒരു 3 വർഷം റിലാക്സേഷൻ കിട്ടും.
SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അധികമായിട്ടുള്ള 5 വർഷ ഏജ് റിലാക്സേഷൻ കിട്ടും. നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 3 വർഷ ഏജ് റിലാക്സേഷൻ കിട്ടും. അത് 3 വർഷം UR + EWSന്റെ മുകളിലാണ്. കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻ വേറെയും കിട്ടും. മനസ്സിലായില്ലേ? PWBDക്കാരാണെങ്കിൽ 10 വർഷം അധിക ഏജ് റിലാക്സേഷൻ കിട്ടും. അതും എന്തുണ്ടാവും? കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി മാറുന്നതനുസരിച്ച് അവർക്ക് അവിടെയും ഒരു ഏജ് റിലാക്സേഷൻ കൂടെ കിട്ടും. ഇതിന് പുറമെ RRB പ്രൊവൈഡ് ചെയ്യുന്ന ഏജ് റിലാക്സേഷൻസ് ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹു ആർ വിഡോഡ്, ഡിവോഴ്സ്ഡ് ഓർ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ് ബട്ട് നോട്ട് റീമാരീഡ്. ഇവർക്കെല്ലാം എന്തുണ്ട്? പ്രായത്തിൽ ഇളവ് RRB കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നും എത്ര വയസ്സ് വീതം ഇളവ് ലഭിക്കുമെന്നും ഇവിടെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഓരോ പരീക്ഷയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ വിജ്ഞാപനം വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിൻ്റെ ഉയർന്ന പ്രായപരിധി എത്രയാണ്, താഴ്ന്ന പ്രായപരിധി, ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണെന്നുള്ളതും ഏത് ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ടോ ഉള്ളവർക്കാണ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതെല്ലാം ഈ ഓരോ എക്സാമിൻ്റെയും വിജ്ഞാപനം വരുന്ന സമയത്തായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ആ സമയത്ത് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ, ഇതുവരെയും റെയിൽവേ പരീക്ഷകൾ എഴുതാത്ത കുട്ടികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് സ്കോർ റെയിൽവേ മലയാളം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പേജ് നമുക്കുണ്ട്. അവിടെ ഒരു ചാറ്റ് റൂം ഉണ്ട്. നിങ്ങൾക്ക് ഈ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വറീസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ ചാറ്റ് റൂമിനകത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രായപരിധിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്ത സ്വാഭാവികമായിട്ടൊരു സംശയം വരും, വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ട് എനിക്ക് എത്ര പരീക്ഷകൾ എഴുതാനായിട്ട് പറ്റും എന്നുള്ളത്. അതാണ് ഞാൻ ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി എക്സാം. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് എൻ്റെ പ്രായപരിധി ഞാൻ പറഞ്ഞത്. 10ാം ക്ലാസ് ആണ് അതിൻ്റെ യോഗ്യത പറയുന്നത്. ഇനി നിങ്ങളുടെ ഏകദേശം +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാമും എഴുതാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമും എഴുതാം. 10 കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാമും എഴുതാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമും എഴുതാം. ഇനി ITI ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം എഴുതാം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എഴുതാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമും എഴുതാം. പക്ഷെ അവിടെ മാറ്റർ ചെയ്യുന്ന കേസ് ITI ഏത് ട്രേഡിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ ട്രേഡുകാർക്കും റെയിൽവേയിൽ ഈ പറയുന്ന പോലെ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജോലിക്കോ സാധ്യതയില്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡുകളുണ്ട്. നമ്മൾ മുന്നേ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏതൊക്കെ പോസ്റ്റുകൾക്ക് ഏതൊക്കെ ട്രേഡുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. NCVT SCVT സർട്ടിഫിക്കറ്റ് ഉള്ള ITI-കാരെയാണ് പൊതുവിൽ റെയിൽവേ പ്രിഫർ ചെയ്യുന്നത്. റെയിൽവേയുടെ വിജ്ഞാപനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന ട്രേഡുകളിൽ NCVT SCVT സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ITI ഉള്ള ആളുകൾക്ക് ഗ്രൂപ്പ് ഡി വേക്കൻസി കിട്ടും. ALP ഞാൻ നേരത്തെ കാണിച്ച 11,000 ചിലാൻ വേക്കൻസി ഉള്ള ALP നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ITI ഉണ്ടെങ്കിൽ. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഞാൻ നേരത്തെ കാണിച്ച 6,000 ചിലാൻ വേക്കൻസി ഉള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ITI-കാർക്ക് പറ്റുന്ന പോസ്റ്റാണ്. അടുത്ത ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്, ഗ്രേഡ് 3 അല്ല. ലെവൽ 5 പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ലെവൽ 2 പോസ്റ്റാണ്. ജൂനിയർ എഞ്ചിനീയർ എക്സാം ലെവൽ 6 പോസ്റ്റാണ്, അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഡിപ്ലോമ എടുത്തിരിക്കുന്നത് +2-ന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഡിപ്ലോമ എടുത്തിരിക്കുന്നത് +2-ന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേക്കൻസി, ഒരു വർഷം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകൾ എത്രത്തോളം സാധ്യതയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പരീക്ഷയിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തത്, അതിലില്ലെങ്കിൽ അടുത്തത്, അതിലില്ലെങ്കിൽ അടുത്തത്, അതിലില്ലെങ്കിൽ അടുത്തത്, അങ്ങനെ പരീക്ഷകൾ കിടക്കുകയാണ് ഒരു വർഷം. ഈ പറഞ്ഞ 9 പരീക്ഷകൾ എല്ലാ വർഷവും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഡിഗ്രി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. NTPC ഗ്രാജുവേറ്റ് എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉണ്ടെങ്കിൽ സെക്ഷൻ കൺട്രോളർ എക്സാമും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു വർഷം ലഭിക്കുന്ന എത്ര അവസരമാണ്? 1, 2, 3, 4 എക്സാംസ് നിങ്ങൾക്ക് ഒരു വർഷം കിട്ടും. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് വലിയൊരു സംഖ്യയായിരിക്കും. അപ്പോൾ അത്രയും വർഷം അല്ലെ, ഓരോ വർഷം അത്രയും ഒഴിവുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോലി കിട്ടും. ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി NTPC ഗ്രാജുവേറ്റ് NTPC അണ്ടർ ഗ്രാജുവേറ്റ് സെക്ഷൻ കൺട്രോളർ പരീക്ഷയ്ക്കൊക്കെ അല്ലേ ഓൾമോസ്റ്റ് കുറേ സിലബസ് ഒക്കെ സെയിം ആണ്. നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക മാത്സ് ആണ്, റീസണിങ് ആണ്. NTPCയിൽ GK പഠിക്കാനുണ്ടാവും, ഗ്രൂപ്പ് ഡിയിലും GKയും സയൻസും പഠിക്കാനുണ്ടാവും. സെക്ഷൻ കൺട്രോളറിൽ മാത്സ് റീസണിങ് മാത്രമേ പഠിക്കാനുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സിലബസ് ഏറെക്കുറെയൊക്കെ സെയിം ആണ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ 4 പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് കയറിപ്പോവാം. ഇനി ഏറ്റവും കൂടുതൽ അവസരം വർഷാവർഷം റെയിൽവേയിൽ കിട്ടുന്ന ഒരു കൂട്ടരാണ് BTEC-കാർ. ഇപ്പോൾ BTEC-കാർക്ക് ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാം. +2 ഉണ്ടെങ്കിൽ NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. NTPC ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. ഡിഗ്രി ആയതുകൊണ്ട് തന്നെ സെക്ഷൻ കൺട്രോളർ എക്സാം അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം അപ്ലൈ ചെയ്യാം. ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാം.
9 പരീക്ഷയാണ് റെയിൽവേ ഒരു വർഷം വിളിക്കുന്നത്. അതിൽ എത്ര എക്സാംസ് അവർക്ക് അപ്ലൈ ചെയ്യാൻ നോക്കൂ? ഗ്രൂപ്പ് ഡി, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ALP 3, NTPC ഗ്രാജുവേറ്റ് 4, സെക്ഷൻ കൺട്രോളർ 5, ടെക്നീഷ്യൻ ഗ്രേഡ് 1 6, ജൂനിയർ എഞ്ചിനീയർ 7. ബിടെക് കയ്യിലുള്ള ഒരാൾക്ക് ഒരു വർഷം വിളിക്കുന്ന 9 റെയിൽവേ പരീക്ഷകളിൽ 7 പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. 7 അവസരങ്ങൾ റെയിൽവേയിൽ ജോലി നേടാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 2 കലണ്ടറിലെ എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 3ാമത്തെ കലണ്ടർ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ അവസരങ്ങൾ മനസ്സിലാക്കി പഠിച്ച് തുടങ്ങുക. റെയിൽവേയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേയുടെ എല്ലാ അപ്ഡേറ്റും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടോ? ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇനി 2026 റെയിൽവേ പരീക്ഷകളായിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ, NTPC, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാംസിലേക്കുള്ള അതിൻ്റെ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ഓപ്പൺ ആണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എക്സാംസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കാനുണ്ടായിരിക്കുക, എന്താണ് നിങ്ങൾ പഠിക്കേണ്ട സിലബസ്, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത്, എത്ര സമയം പഠിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കറിയാം. ഫോളോ ചെയ്യാത്തവർ നിങ്ങൾ നമ്മുടെ തന്നെ ചാനലിൽ വരുന്ന വീഡിയോസ്, നമ്മുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഭാഗമായിട്ട് ഈ വർഷം റെയിൽവേയിൽ ജോലി നേടാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം, നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ റെയിൽവേയുടെ എല്ലാ അപ്ഡേറ്റുകളും ഏറ്റവും വേഗത്തിൽ, ഏറ്റവും കൃത്യതയോടുകൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ, ആവശ്യമുള്ള പാകത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്ന ചാനലാണ് സ്കോർ റെയിൽവേ മലയാളം. കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.